നമസ്കാരം അതിൻ്റെ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഓൺലൈനിൽ നിന്ന് എങ്ങനെ നമുക്ക് വരുമാനമുണ്ടാക്കാം? അതായത് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ 24 മണിക്കൂറും ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അതിൽ നിന്ന് എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്നുള്ളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 16-ാം തീയതി നമ്മൾ കണ്ണൂരിൽ ആദ്യ ബാച്ച് സംഘടിപ്പിച്ചു. ഈ കഴിഞ്ഞ 22-ാം തീയതി തൃശ്ശൂരിലും സംഘടിപ്പിച്ചു. കണ്ണൂരിൽ കതിരൂരിൽ വെച്ചിട്ടായിരുന്നു മർച്ചൻ്റ് അസോസിയേഷൻ്റെ അതായത് വ്യാപാര ഭവൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ചിട്ടായിരുന്നു. എന്നാൽ തൃശ്ശൂരിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയുന്ന നമ്മുടെ ആചാര്യൻ, അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു നാഷണൽ ഹെറിറ്റേജ് ഉണ്ട് തൃശ്ശൂർ മഴുവഞ്ചേരിയിൽ, അവിടെ വെച്ചിട്ടായിരുന്നു ബാച്ച് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഏകദേശം 20-നടുത്ത് 9 പേരെ വെച്ചിട്ടാണ് നമുക്ക് ബാച്ച് മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവന്ന് 17 വയസ്സുള്ള കുട്ടിയായാലും 73 വയസ്സുള്ള വൃദ്ധനായാലും ഇവരെയൊക്കെ ഒരേ ലെവലിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഈ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പ്രായം അല്ലെങ്കിൽ പ്രായഭേദം ഒരു തടസ്സമേ അല്ല. അത്തരത്തിലുള്ള വലിയ റിസൾട്ട് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ 2 ബാച്ചിലും നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ ആ ബാച്ചിൽ പങ്കെടുത്ത ചില ആളുകളുടെ അവരുടെ അനുഭവം ഉണ്ടല്ലോ, അത് ഒന്ന് കേട്ട് നോക്കാം. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പോയി. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും വന്നു. എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളൊരു പോസിറ്റീവ് നിറഞ്ഞ ഒരു ക്ലാസ് തന്നെയാണ്. അത് ആദ്യമായതുകൊണ്ടേ നമ്മൾ പല ഭാഗത്തുനിന്നുള്ള ആളുകളായതുകൊണ്ട് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലോണം ഒരു ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ബൈജുവേട്ടന് ബൈജുവേട്ടനെ ഞാൻ വിചാരിച്ചു ബൈജുവേട്ടൻ ചാനൽ നടത്തുന്ന ആളാവും, ആളെ ഇങ്ങനെയുള്ള ആളായിരിക്കുമോ, നമ്മളോടൊക്കെ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആളായി പിന്നെ നമ്മളെ കമ്പനിയായി സംസാരിച്ച് ഇതൊക്കെ ആയപ്പോൾ ആള് നമ്മുടെ എന്താ പറയാ കൂളായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആളത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ ഇന്നലെ വന്ന എല്ലാവരും ഇത് പഠിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല, പഠിക്കും. കുറച്ച് സമയം എടുക്കുന്നവരുണ്ടാവും, എടുക്കാത്തവരുണ്ടാകാം. അപ്പോൾ അതിൽ നമുക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഈ വന്നവരെല്ലാവരും പിന്നെ മുന്നോട്ട് തന്നെ പോകണം. അപ്പൊ അതാണ് എൻ്റെയും ആഗ്രഹം. നമുക്ക് നമ്മുടെ കഴിവുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷെ അത് എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല. അപ്പൊ അതിന് ഒരു വഴികാട്ടിയായിട്ടാണ് ഞാൻ ബിജുവേട്ടനെ ഞാൻ പിന്നെ മുമ്പിൽ കാണുന്നത്. ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു. വളരെ 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 സന്തോഷപൂർവ്വം തന്നെ നല്ലൊരു എൻജോയ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബൈജുവേട്ടൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, നല്ല എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നല്ല ക്ലാസ് എൻജോയ് ചെയ്ത് എനിക്ക് ബൈജുവേട്ടൻ്റെ ആ ഒരു എന്താ എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത്. ഒരു ബോറിംഗ് സംഭവം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ബോറിംഗ് ഇല്ല. ഭയങ്കര ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വിഷയം ഉള്ളത് കൊണ്ട് ബൈജുവേട്ടൻ്റെ വാക്കുകളിലൂടെ ആ ഒരു എന്താ പറയുക എൻജോയ് ദ ക്ലാസ്, അതാണ് ഭയങ്കര ആസ്വദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല ക്ലാസ് തന്നെയായിരുന്നു. ഇനിയും എക്സ്പീരിയൻസ് ആവാണ്ട്, ഇനിയും ഒന്ന് എക്സ്പെർട്ട് ആവാണ്ട്, നന്നായിട്ട് ശ്രമിച്ചിട്ട് തന്നെ ലെവലാക്കി എടുക്കണം. എൻ്റെ പേര് പ്രശാന്ത്, ഞാൻ സ്ഥലം കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഇന്നലെ തൃശ്ശൂരത്തെ ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ 2 ചേച്ചിമാരും ബാക്കി ചേട്ടന്മാരുമായിരുന്നു. അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു. രാവിലെ ചെല്ലാൻ പറ്റിയ ഒരു അമ്പലത്തിലായിരുന്നു. അപ്പോൾ അമ്പല സംബന്ധമായിട്ടുള്ള ഒരു ഹാളിലായിരുന്നു നമ്മൾ ഇന്നലെ ക്ലാസ്സിലിരുന്നത്. ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു. അമ്പലത്തിൽ പുറത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റി, വിളി കയറിയിരുന്നില്ല ഇന്നലെ. അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങി. എല്ലാവരും നല്ല ഹാപ്പി, എല്ലാവരും പരിചയപ്പെട്ടു, പരസ്പരം സാറും പരിചയപ്പെട്ടു. പക്ഷെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വ്യത്യാസമായിട്ട് മനസ്സിലായത് നമ്മൾ ഫേസ്ബുക്ക്, യൂട്യൂബ് അത് മാത്രമല്ല, അതല്ലാണ്ട് വേറെ കുറച്ചും കൂടി നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതായത് മറ്റുള്ള പ്ലാറ്റ്ഫോം, അത് ആപ്പ് വഴി നമുക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് കൂടുതൽ ഞാൻ പറയണില്ല. അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഇപ്പം അറ്റൻഡ് ചെയ്താലേ നമ്മൾക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് ഫേസ്ബുക്കിനെ കുറിച്ചുള്ള എല്ലാ ഒരുവിധം കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെ പോസ്റ്റ് ഇട്ട് എന്താ പറയുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, അതിന് യൂട്യൂബും അങ്ങനെ തന്നെ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ മനസ്സിലാക്കി തന്നു. നല്ല സന്തോഷമായിരുന്നു. അമ്പലത്തിൽ തന്നെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, വീണ്ടും ക്ലാസ് തുടങ്ങി. അപ്പോൾ ഇന്നലെ +1 പഠിക്കുന്ന ആരോമൽ മുതൽ പ്രായമുള്ളവർ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ചേർന്നതിൽ എനിക്ക് ഒരു നഷ്ടമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പോലും എങ്ങനെ പറയേണ്ട ഡോളർ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ സാറ് ഇന്നലെ പറഞ്ഞത് അത് തിരിച്ച് കിട്ടും, അതിനുള്ള വഴികൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. $136 ഓൾറെഡി എനിക്ക് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ഫേസ്ബുക്ക് സസ്പെൻഡ് ആയി പോയതാണ്. കാരണം വെച്ചാൽ നമുക്കൊരു ഗുരുനാഥനില്ല, അതായത് നമുക്ക് പറഞ്ഞു തരാൻ ഒരാളില്ല. നമ്മളിപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്കതൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ നയിക്കാനും നമ്മൾക്ക് തെറ്റുകുറ്റങ്ങൾ ശരിയാക്കി തരാൻ ഒരാൾ മസ്റ്റായിട്ട് വേണം. അത് എനിക്ക് ഇന്നലെ ക്ലാസ്സോടെ എനിക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി.
അപ്പൊ എനിക്ക് അത്യാവശ്യം ഞാൻ കണക്കൂട്ടുമ്പോൾ എനിക്ക് ഒരു 7 ലക്ഷത്തോളം ആൾക്കാർ എന്റെ കീഴിലുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് 1 രൂപ പോലും വരുമാനമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ടാൽ നമുക്ക് സ്ട്രൈക്ക് വരും, അതുപോലെ തന്നെ വൈലേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ. അപ്പൊ നമ്മൾ കണ്ണി കണ്ട ഓരോ വീഡിയോ ഒക്കെ എടുത്തിടും. അതുപോലെ തന്നെ വൈലേഷൻ രക്തത്തിന്റെ തലവെട്ടി പൊളിക്കുന്ന വീഡിയോ ഒക്കെ ഇല്ല ഭരണിയില് ഞാൻ കൊടുങ്ങല്ലൂർ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വൈലേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധമായുള്ള കാര്യങ്ങളും എനിക്ക് മുൻകൂട്ടി സാർ ഇപ്പൊ പറഞ്ഞു തന്നതുകൊണ്ട് ഇനി നമുക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യും, തെറ്റിലേക്ക് പോകുള്ളായിരുന്നു. എനിക്ക് 1 രൂപ പോലും കിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞ സാറിന് ഒരു വർഷത്തിന് മുമ്പ് ഞാൻ പരിചയപ്പെടുകയാണെങ്കിൽ ഇന്ന് എനിക്ക് എങ്ങനെ പോയാലും ശരി കുറഞ്ഞത് 1, 2, 3 ലക്ഷം രൂപ എന്റെ കയ്യിൽ ഒരു മാസം എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കായിരുന്നു. പക്ഷെ ഇനി ഞാൻ അത് ശ്രമിക്കുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു ഇന്നലത്തെ ക്ലാസ്സോടെ. നമ്മ ഇത്ര നാളും വെറുതെ ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെന്നും പേര് മാത്രമേ ഉള്ളൂ. എനിക്ക് 2-3 ചാനൽ പേജ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം 2 ഗ്രൂപ്പുകളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിലുള്ളതാണ്. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് എന്താ പറയുക, നമ്മൾ ഒരുപാട് പേർക്ക് അറിയാം. അതേപോലെ തന്നെ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റണില്ല. കുറെ നാളെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒരുപാട് എന്താ പറയണ്ട AI ക്ലാസ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് AI വീഡിയോ ഉണ്ടാക്കാനും പിന്നെ സിനിമ ഡയറക്ഷൻ ഇതെല്ലാം പഠിക്കാൻ വേണ്ടി കുറെ പൈസ ചെലവാക്കി കളഞ്ഞതാണ്. പക്ഷെ ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പൈസ നോക്കാണ്ട് ചേർന്നത് വരുന്നില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫീൽഡിലും അതുപോലെ തന്നെ നമ്മൾക്കൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിലും ഏറ്റവും മികച്ച ഒരു കാര്യം വെച്ചാൽ ഈ ക്ലാസ്സിൽ ചേരണം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ചേർന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് അറിയണതായിരുന്നു. പക്ഷെ അറിയാത്ത കുറെ കാര്യങ്ങളാണ് എനിക്ക് ഇന്നലെ കുറെ സാറോട് ഞാൻ സംശയങ്ങൾ ചോദിച്ചു, ക്ലിയർ ചെയ്ത് തന്നു. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടും കിട്ടാത്തതും സംശയങ്ങൾ പറഞ്ഞു തരാത്തതായിരുന്നു. എല്ലാവരും പറഞ്ഞു തരാന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തരില്ല. പറഞ്ഞു മുന്നേ തന്നിരുന്നെങ്കിൽ നമ്മ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പറഞ്ഞു തരാൻ ഒരാളില്ലാത്തത് കൊണ്ടാണ് എനിക്ക് എന്റെ പേജിലും എനിക്ക് സംഭവിച്ചത് നമുക്ക് വരുമാനം ഇല്ലാണ്ടായത്. പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി നല്ലൊരു വിശ്വാസമായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ഇനി നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും സന്തോഷവതികളാണ്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ലത വളാഞ്ചേരി. ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർ മഴുവഞ്ചേരിയിൽ ഇങ്ങനെ പിന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. 7 മണി വരെ ഉണ്ടായിരുന്നു ക്ലാസ്. കുറെ പഠിക്കാൻ പറ്റി. ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ ആവണമെങ്കിൽ പോസിബിൾ നമ്മൾ ട്രൈ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ ഓരോന്നും ചെയ്യുമ്പോഴാണ് ഓരോ ഇത് തോന്നുന്നത്, ബുദ്ധിമുട്ടുകൾ. എനിക്ക് സാറിനെ പറഞ്ഞത് സാറിന് ചോദിക്കും ചെയ്യാലോ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. നമസ്കാരം ബൈജു സാർ. ഇന്നലെ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാറിൽ നടന്ന സോഷ്യൽ മീഡിയ ക്ലാസ് അത്യന്തം പ്രതികരമായിരുന്നു. ഫേസ്ബുക്കും യൂട്യൂബും നാം അനുദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിലൂടെ സാധാരണക്കാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ എങ്ങനെ ലഭ്യമാകും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു ഇൻഫർമേഷൻ നൽകിയ ബൈജു സാറിന് അഭിനന്ദനങ്ങൾ. ഞാൻ സുരേന്ദ്രനാഥൻ. അപ്പം നല്ല ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. 8:30 ക്ലാസ് തുടങ്ങി. സ്റ്റെപ്പായി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ മെല്ലെ ചെയ്ത് പഠിക്കണം. എന്തായാലും ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ളവർ ഒന്നാലോചിക്കേണ്ട, അറ്റൻഡ് ചെയ്തോളൂ. എന്താ വെച്ചാൽ പണം കഴിക്കുന്നൊരു മരമാണ്. അപ്പം അത് കുലിക്കുക പൈസയാണ്. കുലിക്കുക ഉള്ള എല്ലാ ട്രിക്കും ബൈജു സാറ് പറഞ്ഞു തരും. അപ്പം പണം ഉള്ള മരമാണ്, അത് കുലുക്കാനുള്ള എല്ലാ ഐഡിയ ഉണ്ട്. അത് ചെയ്താൽ പണം തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ? എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും. എൻ്റെ പേര് മനോജ്. കഴിഞ്ഞ 22-ാം തീയതിയിലെ തൃശ്ശൂർ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ബൈജു സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നു. ബൈജു സാറിൻ്റെ തൃശ്ശൂരിലെ ക്ലാസ് വളരെയധികം പ്രചോദനവും വിജ്ഞാനപ്രദവുമായിരുന്നു. നമുക്കറിയേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ സരസമായി ക്ഷമയോടെ നമ്മളെ പഠിപ്പിച്ചു തരുവാൻ ബൈജു സാർ എടുക്കുന്ന എഫർട്ട് പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. നമുക്ക് നമ്മുടെ ഈ ബാച്ചിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയാമോ? 16-17 വയസ്സുള്ള കുട്ടികൾ മുതൽ 73-74 വയസ്സായിട്ടുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്നു. ഇനി ഇതിൽ ഹോട്ടൽ തൊഴിലാളി ആയാലും വിദ്യാർത്ഥി ആയാലും അതല്ലെങ്കിൽ റിട്ടയർഡ് എംപ്ലോയീസ് ആണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും അത്തരത്തിൽ ഒട്ടേറെ മേഖലകൾ, ആ മേഖലകളിൽ നിന്നെല്ലാം ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുല്യമായിട്ട് ഇവരെ എല്ലാവരെയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശ്രേണിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് പറ്റി.
അതിൽ എല്ലാവരുടെയും അനുഭവം പോസിറ്റീവ് മാത്രമായിട്ടായിരുന്നു. ഒരാൾക്ക് പോലും അതിൽ നിന്ന് താഴോട്ട് പോയെന്നോ അതിൽ നെഗറ്റീവ് അനുഭവം ഉണ്ടായി എന്നുള്ളതോ ഇല്ല എന്നുള്ളത് വലിയ ഒരു അഭിമാനത്തോടു കൂടി തന്നെ പങ്കുവെക്കേണ്ടതുണ്ട്. ഇനി ഈ വരുന്ന 30-ാം തീയതി മലപ്പുറത്തെ ബാച്ച് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ 10 പേര് ഉള്ളിലുള്ള ആളുകളെ നമ്മൾക്ക് ഒരു ബാച്ചിൽ ഉൾപ്പെടുത്താനാവുകയുള്ളൂ. കാരണം രാവിലെ 8:30 മുതൽ തുടങ്ങി വൈകിട്ട് 6-6:30 വരെയാണ് നമ്മുടെ ബാച്ചുകൾ പോകുന്നത്. ഇതൊരു 1 ഡേ പ്രോഗ്രാം മാത്രമാണ്. ഈ 1 ഡേ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഓൺലൈനിലൂടെ നിങ്ങളെ ആജീവനാന്തം നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗം. അതല്ലാതെ ഈ ഒരു 1 ഡേ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പൊടിയും തട്ടി പോകുന്ന ഏർപ്പാടല്ല ഇവിടെയുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ബാച്ചിൽ നിന്ന് ഈ 1 ഡേ പ്രോഗ്രാമിൽ നിന്നും കിട്ടുന്ന ആ നോളജ് ഉണ്ടല്ലോ, ആ നോളജ് ലോകത്ത് എവിടെയും കിട്ടില്ല. ആ കിട്ടുന്ന നോളജ് പ്രകാരം നിങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കാനുള്ള മനസ്സ് കാണിക്കുന്നോ അതിനനുസരിച്ച് അതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. കാരണം നമ്മൾക്ക് വളരെ വിരളമായിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പറഞ്ഞു കഴിഞ്ഞു 9 പേരെ മാത്രമേ ഒരു ബാച്ചിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. മാത്രമല്ല എൻ്റെ ഈ ചാനൽ പ്രവർത്തന തിരക്കുകൾക്കിടയിൽ തന്നെയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് തന്നെ കുറച്ച് ആളുകൾക്കേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇനിയും സംശയിച്ച് നിൽക്കാതെ ഇത് ഉടായിപ്പ് എന്നൊക്കെ പറഞ്ഞ് പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളോടൊന്നും നമ്മൾ പ്രതികരിക്കാറില്ല. കാരണം അനുഭവിക്കുന്നവരുടെ അനുഭവമാണ് ഇവിടെ ഏറ്റവും വലിയ ആ ഒരു പാഠം, അതല്ലെങ്കിൽ ഏറ്റവും വലിയ സന്ദേശം, ഏറ്റവും വലിയ മറുപടി എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ആളുകളുടെ പ്രതികരണം ഇവിടെ കേൾപ്പിച്ചത്. അതുകൊണ്ട് ഇനിയും താല്പര്യമുള്ളവർ മടിച്ചു നിൽക്കേണ്ട, കടന്നു വരൂ, പെട്ടെന്ന് കടന്നു വരൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത ബാച്ച് 30-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കാൻ പോകുന്നു. അതിനുശേഷമുള്ള ബാച്ച് എറണാകുളമാണ്. അതിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുശേഷം തിരുവനന്തപുരവും കോട്ടയവും ജില്ലയും കൂടെ കണക്കാക്കിയിട്ട് ഒരു ബാച്ച് വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഓരോ ജില്ലകളിൽ നിന്ന് നമ്മൾക്ക് പൂർണ്ണമായിട്ട് രജിസ്ട്രേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ആ അടുത്തടുത്തുള്ള 2 ജില്ലകളിൽ നിന്നുള്ള ആളുകളെ വെച്ചിട്ട് നടത്താനുള്ള ആളുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബാച്ചുകളും അറേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ബാച്ചിലുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടും വിളിച്ചും ചോദിക്കുന്നത് കൊണ്ട് അതിങ്ങനെ ഓരോരുത്തർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി എല്ലാവർക്കും ഒന്നിച്ച് അങ്ങോട്ട് കേൾപ്പിക്കാം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് പേരുടെ മാത്രമേ ഇവിടെ കേൾപ്പിക്കുന്നുള്ളൂ. കാരണം എല്ലാവരുടേതും കേൾപ്പിക്കുകയാണെങ്കിൽ 2-3 മണിക്കൂർ ഇരുന്ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അത് മാറ്റി വെക്കുകയാണ്. മാക്സിമം ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരിക. അതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് മുൻപോട്ട് വരിക. നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ അറിവില്ലായ്മയോ ഒന്നും ഈ ബാച്ചിനെ ബാധിക്കുന്നില്ല. കാരണം നിങ്ങളൊരു ശിശു മാത്രമാണ് ഈ മേഖലയിൽ കടന്നു വരുമ്പോൾ ആ ശിശുക്കളെ ഏറ്റവും ഉയർന്ന മേഖലയിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും സജ്ജരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് തന്നെയാണ് നമ്മൾ ഇതുവരെ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.